ഹലോ ഡിയർ ഓൾ, നമുക്കിന്നൊരു സാലഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സാലഡിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് കുക്കുംബറാണ്. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് അത് കട്ട് ചെയ്തെടുത്തു. ദെൻ നമ്മൾ ജസ്റ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിൽ നിങ്ങൾക്ക് 2 വിസിലൊക്കെ അടിച്ച് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താലും നന്നായിട്ടിത് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആയിട്ടുണ്ടായിരിക്കുന്ന ലെറ്റസാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഓരോ ലീവ്സും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ വെള്ളത്തിനടിയിൽ പൈപ്പിൽ ചുവട്ടിൽ പിടിച്ചിട്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഇതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാനും ബാക്ടീരിയസൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് പോർഷൻ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, മല്ലിയില, ദെൻ ഒരു ചെറിയ സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു നോൺ വെജ് എന്ന രീതിയിൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി വലിയൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? കോൺ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആയിരിക്കുന്ന ലെറ്റസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ലീഫി ടൈപ്പിലാണ് വരുന്നത്, ക്യാബേജിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് ഇത് കിട്ടണേ. അപ്പോൾ നമ്മളതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. നമ്മുടെ കുക്കുംബർ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് കൊടുക്കാം. ഇപ്പം നോൺ വെജ് കഴിക്കില്ലാത്ത ആളുകളാണെങ്കിൽ പനീർ, മഷ്റൂംസ് ഇതുപോലെയുള്ള ഐറ്റംസ് എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ചിക്കനോ മഷ്റൂമോ അല്ലെങ്കിൽ പനീറൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകുണ്ട്, മല്ലിയിലയുണ്ട്, സവോളയുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. നെക്സ്റ്റ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിളും നമ്മൾ ആ ഒരു കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് വെച്ച സൈസിൽ തന്നെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാലഡ് കുറച്ചും കൂടി നമുക്കൊന്ന് ഫ്ലേവർഫുൾ ആക്കുന്നതിന് വേണ്ടി നമുക്കിതിൽ എന്ത് ആഡ് ചെയ്യാം? മിക്സഡ് ഹെർബ്സ് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോസ്മേരി, തൈം, അതുപോലെ തന്നെ ഒറിഗാനോ ആണ് ഈ മിക്സഡ് ഹെർബ്സിൻ്റെ പാക്കിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ വെറുതെ അവോയ്ഡ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുവഴി ഓപ്ഷനിലാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം, അല്ല നമ്മുടെ സദാ വെളിച്ചെണ്ണ നിങ്ങൾ ആഡ് ചെയ്യരുത്, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിങ്ക് സോൾട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ലാസ്റ്റ് നമ്മളിപ്പോൾ റെഡി ടു ഈറ്റ് ആണ് ഈ സാലഡ്. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണെങ്കിൽ മാത്രം ആ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി, അല്ല എങ്കിൽ ഇതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി സാലഡ് ഒത്തിരി ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ദെൻ നമ്മുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് ശേഷം നമുക്ക് ആ ഒരു എരിവിൻ്റെ പാകം എത്രയാണോ അത് നോക്കിയതിന് ശേഷം മാത്രം നമുക്കിത് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഹണി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ പോർഷൻസിലേക്കും നമുക്ക് എത്തിയെന്ന് ഉറപ്പാക്കി നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കി ഇതെല്ലാം നമുക്ക് ഒറ്റൊരാൾക്ക് ഒരു സമയത്ത് കഴിക്കുന്നത് അത്ര നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഒരു ടൈം ഇപ്പം നമ്മൾ ലഞ്ചിന് പകരമായിട്ട് ഈ സാലഡ് മാത്രം കഴിച്ചാൽ മതി. അപ്പം അങ്ങനെയൊക്കെ ഒരു ഈവനിങ് ടൈം ഡിന്നറിന് പകരമായിട്ട് ഈ സാലഡ് മാത്രമൊക്കെ നമുക്ക് കഴിക്കാം. അപ്പം അങ്ങനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് ആ ഒരു ബൗളിൻ്റെ ഒരു 3/4 പോർഷൻ എന്ന രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം നമുക്കത് കഴിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ക്വിക്കാണ്. നിങ്ങൾക്കിതിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ക്യാരറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. സോ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് റിവ്യൂ അറിയിക്കും.